ഹലോ, ഹിൽബർട്ട് സ്പേസ് L2-ലുള്ള ഒരു ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷണൽ ആണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഹിൽബർട്ട് സ്പേസ് LP എന്ന് പറഞ്ഞാൽ അതൊരു സീക്വൻസ് സ്പേസ് ആണ്. അതിലെ ഓരോ എലമെന്റ് x ഈക്വൽ ടു psi j അതിൻ്റെ പ്രോപ്പർട്ടി മോഡുലസ് ഓഫ് psi 1 റേസ് ടു p പ്ലസ് മോഡുലസ് ഓഫ് psi 2 റേസ് ടു p പ്ലസ് എക്സെട്ര ആ സീരീസ് കൺവേർജ് ചെയ്യണം. അങ്ങനെയുള്ള സീക്വൻസസ് ഉൾപ്പെടുന്ന സ്പേസ് ആണ് LP സ്പേസ്. അതിൽ p ഇസ് ഈക്വൽ ടു 2 ആകുമ്പോൾ ആണ് അതിനെ L2 സ്പേസ് എന്ന് പറയുക. ഈ L2 സ്പേസിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷണൽ ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷണൽ ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടി L2-വിലെ തന്നെ ഒരു ഫിക്സഡ് എലമെന്റ് a ഇസ് ഈക്വൽ ടു ആൽഫ j നമ്മൾ എടുക്കുന്നു. എന്നിട്ട് ഏതൊരു എലമെന്റ് എക്സിൻ്റെയും ഇമേജ് അണ്ടർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡെഫിനിഷൻ ഇങ്ങനെയാണ്: സിഗ്മ ജെ ഇസ് ഈക്വൽ ടു 1 to infinity psi j alpha j where psi j are the coordinates of x. അപ്പോൾ ഇങ്ങനെ ഇതൊരു ഫംഗ്ഷണൽ ആണ് എന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് എക്സ് ഒരു റിയൽ നമ്പർ ആയിരിക്കണം. അതായത് ഈ സീരീസ് കൺവേർജ് ചെയ്യണം, എന്നാൽ മാത്രമേ ഈ സിഗ്മ ഈക്വൽ ടു എ റിയൽ നമ്പർ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എഫ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സീരീസ് കൺവേർജ് ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. അതിനുവേണ്ടി ഇതിൻ്റെ മോഡുലസ് വാല്യൂവിൻ്റെ സീരീസ് കൺസിഡർ ചെയ്യുക. സിഗ്മ ജെ ഇസ് ഈക്വൽ ടു 1 to infinity മോഡുലസ് ഓഫ് psi j ആൽഫ j. ഇത് നമ്മൾ കോഷി സ്ക്വാർട്സ് ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ ജെ ഇസ് ഈക്വൽ ടു 1 to infinity മോഡുലസ് psi j സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ ജെ ഇസ് ഈക്വൽ ടു 1 to infinity മോഡുലസ് ആൽഫ j സ്ക്വയർ. ഈ ഇൻഇക്വാലിറ്റി കിട്ടുന്നത് ബൈ കോഷി സ്ക്വാർട്സ് ഇൻഇക്വാലിറ്റി. ഇതിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എക്സിൻ്റെ നോം ആണ്. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എയുടെ നോം ആണ്. L2-ലെ നോം ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു നോം എക്സ് ഇൻറ്റു നോം എ. നോം എന്ന് പറയുന്നത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇത് രണ്ട് റിയൽ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് അതൊരു റിയൽ നമ്പർ ആണ്. ദെർഫോർ ഇറ്റ് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണ് എന്നാണ്. അതായത് സിഗ്മ ജെ ഇസ് ഈക്വൽ ടു 1 to infinity മോഡുലസ് ഓഫ് psi j ആൽഫ j ഈസ് കൺവേർജൻ്റ്. ദാറ്റ് മീൻസ് ദ ഗിവൺ സീരീസ് ഈസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ്. ബട്ട് here absolute convergence implies convergence because this is a complete space. Therefore we will get sigma j is equal to 1 to infinity psi j alpha j is convergent. That means the function f exists, otherwise f of x is a real number, so f is a functional. Now to prove that f is linear, take two vectors x is equal to psi j and y is equal to eta j belongs to L2 and take any two scalars alpha and beta. F of alpha x plus beta y is equal to, by the definition of f, this is equal to sigma j is equal to 1 to infinity alpha psi j plus beta eta j into alpha j. Symbol multiplication, this is equal to alpha into sigma j is equal to 1 to infinity psi j alpha j plus beta into sigma j is equal to 1 to infinity eta j alpha j. This summation is equal to f of x and second summation is equal to f of y. Thus f of alpha x plus beta y is equal to alpha into f of x plus beta into f of y. That means f is linear. Now to prove that f is bounded, take modulus of f of x, which is equal to by definition f of x is equal to sigma
j is equal to 1 to infinity psi j alpha j. Apply Cauchy-Squartz inequality. This is less than or take the modulus inside the sigma. So this is less than or equal to sigma modulus of psi j alpha j. Now apply Cauchy-Squartz inequality. This is less than or equal to root of psi j modulus of psi j square into root of modulus of alpha j square. First term is equal to norm x and the second term is equal to norm a. That is modulus of f of x less than or equal to norm a into norm x. So in the definition of bounded linear functional, in the place of c we have norm a. Therefore f is bounded. Now another concept, algebraic dual space of a vector space. Okay, നിങ്ങൾ ഏത് ഒരു വെക്ടർ സ്പേസ് എക്സ് എടുത്താലും ആ എക്സിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ ലീനിയർ ഫങ്ഷണൽസിന്റെ കളക്ഷൻ, ആ സെറ്റിനെ ഞാൻ എക്സ് സ്റ്റാർ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. എക്സ് ബി എനി വെക്ടർ സ്പേസ് ആൻഡ് എക്സ് സ്റ്റാർ ബി ദ സെറ്റ് ഓഫ് ഓൾ ലീനിയർ ഫങ്ഷണൽസ് ഡിഫൈൻഡ് ഓൺ എക്സ്. ഇനി ഈ എക്സ് സ്റ്റാറിൽ നമുക്ക് വെക്റ്റർ അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും ഡിഫൈൻ ചെയ്യാം. അപ്പോൾ എക്സ് സ്റ്റാറിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് ലീനിയർ ഫങ്ഷണൽസ് ആണ്. അപ്പോൾ എക്സ് സ്റ്റാറിലുള്ള രണ്ട് ഫങ്ഷണൽസ് F1 F2 എടുക്കുക. അതിൻ്റെ സമ്മിന് ഞാൻ എസ് എന്ന് നൊട്ടേഷൻ കൊടുക്കുന്നു. എസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് F1 പ്ലസ് F2 ഓഫ് എക്സ്. ദാറ്റ് മീൻസ് F1x പ്ലസ് F2x. സാധാരണ ഫങ്ഷൻസിന്റെ അഡീഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും ഡിഫൈൻ ചെയ്യാം. ആൽഫ എന്ന സ്കെയിലാർ, എഫ് ഒരു ലീനിയർ ഫങ്ഷണൽ, അതിന്റെ പ്രോഡക്റ്റ് ആൽഫ എഫ്. പ്രോഡക്റ്റിന് നമ്മൾ പി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു എഫ് ഓഫ് എക്സ്. അപ്പോൾ എക്സ് സ്റ്റാർ എന്ന സ്പേസിൽ വെക്റ്റർ അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഈ രണ്ട് ഓപ്പറേഷൻസിൽ എക്സ് സ്റ്റാർ ഫോംസ് എ വെക്റ്റർ സ്പേസ്. ഈ വെക്റ്റർ സ്പേസിനെയാണ് നമ്മൾ ആൾജിബ്രൈക് ഡ്യൂയൽ സ്പേസ് എന്ന് പറയുക. ഇവിടെ ഡബിൾ സ്റ്റാർ ആവശ്യമില്ല, എക്സ് സ്റ്റാർ മാത്രമേ ആവശ്യമുള്ളൂ. എക്സ് സ്റ്റാറിനെയാണ് നമ്മൾ ആൾജിബ്രൈക് ഡ്യൂയൽ എന്ന് പറയുന്നത്. ഒരു സ്റ്റാറേ ആവശ്യമുള്ളൂ, സോറി. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഫങ്ഷൻസിന്റെ അഡീഷനും അതുപോലെ ഒരു ഫങ്ഷനെ ഒരു സ്കെയിലാർ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോട് യോജിച്ചു പോകുന്ന ഡെഫിനിഷൻസ് ആണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ദ എബവ് വെക്റ്റർ അഡീഷൻ and scalar multiplication agrees with the usual way of adding functions and multiplying them by constants. ഇനി അടുത്ത ഒരു കൺസെപ്റ്റ്, സെക്കൻഡ് ആൾജിബ്രൈക് ഡ്യൂയൽ സ്പേസ് ഓഫ് എ വെക്റ്റർ സ്പേസ്. നമ്മൾ ഓൾറെഡി ഒരു വെക്റ്റർ സ്പേസിന്റെ ആൾജിബ്രൈക് ഡ്യൂയൽ പറഞ്ഞു, എക്സ് സ്റ്റാർ. എക്സ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എക്സിലുള്ള എല്ലാ ലീനിയർ ഫങ്ഷണൽസിന്റെയും കളക്ഷനാണ്. ഈ എക്സ് സ്റ്റാറിലുള്ള ലീനിയർ ഫങ്ഷണൽസിന്റെ കളക്ഷൻ, അതായത് ആൾജിബ്രൈക് ഡ്യൂയൽ ഓഫ് എക്സ് സ്റ്റാർ, അതിനെയാണ് നമ്മൾ എക്സ് സ്റ്റാർ ഓൾ സ്റ്റാർ, ദാറ്റ് മീൻസ് എക്സ് ഡബിൾ സ്റ്റാർ എന്ന് പറയുക. എക്സ് ഡബിൾ സ്റ്റാർ ആണ് സെക്കൻഡ് ആൾജിബ്രൈക് ഡ്യൂയൽ സ്പേസ് ഓഫ് എക്സ് എന്ന് നമ്മൾ പേരിട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഒരു പുതിയ മാപ്പിംഗ്, കാനോണിക്കൽ മാപ്പിംഗ് എന്താണ് എന്ന് പറയാൻ പോവുകയാണ്. ഒരു വെക്റ്റർ സ്പേസ് നമ്മൾ എക്സ് എടുക്കുക. ഇനി എക്സിലുള്ള ഏതൊരു എലമെന്റ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു ഫങ്ഷണൽ ജി എക്സ് ഡിഫൈൻ ചെയ്യുന്നു. ജി എക്സ് ഫ്രം എക്സ് സ്റ്റാർ ടു കെ. ഈ കെ എന്ന് പറയുന്നത് എക്സിന്റെ സ്കെയിലാർ ഫീൽഡാണ്.
എക്സ് റിയൽ വെക്ടർ സ്പേസ് ആണ് എങ്കിൽ കെ ഇസ് ഈക്വൽ ടു ആർ ആയിരിക്കും. കോംപ്ലക്സ് വെക്ടർ സ്പേസ് ആണെങ്കിൽ കെ ഈക്വൽ ടു സി ആയിരിക്കും. ജി എക്സ് ഡിഫൈൻ ചെയ്യുന്നത് ജി എക്സ് ഓഫ് എഫ്, ജി എക്സിന്റെ ആർഗ്യുമെന്റ് എക്സ് സ്റ്റാറിലെ എലമെന്റ് ആയിരിക്കണം. എക്സ് സ്റ്റാറിലെ എലമെന്റ് എന്ന് പറഞ്ഞാൽ ലീനിയർ ഫങ്ഷണൽ ഓൺ എക്സ് ആണ്, അതുകൊണ്ട് ആർഗ്യുമെന്റ് എഫ് ആയിരിക്കണം. ജി എക്സ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എക്സ് ക്യാപിറ്റൽ എക്സിലെ എലമെന്റ് ആണ്, എഫ് ഒരു ലീനിയർ ഫങ്ഷണൽ ഓൺ എക്സ് ആണ്, അപ്പോൾ എഫ് ഓഫ് എക്സ് വിൽ ബി ആൻ എലമെന്റ് ഓഫ് കെ. ഇങ്ങനെ നമ്മളൊരു ഫങ്ഷണൽ, അപ്പോൾ അതിന്റെ ഇമേജ് കെയിലെ എലമെന്റ് ആയതുകൊണ്ട് ഇതിനെ ഫങ്ഷണൽ എന്ന് പറയാം. ജി എക്സ് എന്ന ഫങ്ഷണൽ നമ്മൾ എക്സ് സ്റ്റാറിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അപ്പൊ നാച്ചുറലി എക്സ് സ്റ്റാറിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫങ്ഷണൽ ഇനി അത് ലീനിയർ ആണ് എന്നും കൂടെ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. ജി എക്സ് ലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് രണ്ട് വെക്ടേഴ്സ് എക്സ് സ്റ്റാറിലെ എടുക്കണം, അതായത് F1 ആൻഡ് F2. രണ്ട് സ്കെയിലേഴ്സ് ആൽഫ ആൻഡ് ബീറ്റ എടുത്തു. ജി എക്സിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഇത് ആൽഫ F1 പ്ലസ് ബീറ്റ F2 ഓഫ് എക്സ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ F1x പ്ലസ് ബീറ്റ F2x. ഫങ്ഷൻസിന്റെ അഡീഷൻ, ഫങ്ഷൻസിനെ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിന്റെ യൂഷ്വൽ മീനിങ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ F1x എന്ന് പറഞ്ഞാൽ ജി എക്സ് F1 ആണ്, F2x എന്ന് പറഞ്ഞാൽ ജി എക്സ് F2 ആണ്. ദസ് gx ഈസ് എ ലീനിയർ ഫങ്ഷണൽ ഓൺ എക്സ് സ്റ്റാർ. എക്സ് സ്റ്റാറിലെ ലീനിയർ ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ അത് എക്സ് ഡബിൾ സ്റ്റാറിലെ മെമ്പർ ആണ്. Hence, gx is an element of x double star by the definition of x double star. അപ്പോൾ നമുക്ക് കിട്ടിയത് എക്സിലെ ഏതൊരു എലമെന്റ് സ്മോൾ എക്സ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എലമെന്റ് ജി എക്സ് എക്സ് ഡബിൾ സ്റ്റാറിൽ ഉണ്ട്. ഈ മാപ്പിംഗ്, അതായത് എക്സിനെ ജി എക്സിലോട്ട് മാപ്പ് ചെയ്യുന്ന ആ മാപ്പിംഗ്, അതിനെ ഞാൻ സി എന്ന് പേരിട്ട് വിളിക്കുന്നു. സി ഫ്രം എക്സ് ടു എക്സ് ഡബിൾ സ്റ്റാർ, വേർ സി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി എക്സ്. ഈ മാപ്പിങ്ങിനെയാണ് നമ്മൾ കാനോണിക്കൽ മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ കാനോണിക്കൽ മാപ്പിംഗ് ലീനിയർ ആണ്, കാരണം കാനോണിക്കൽ മാപ്പിംഗിൽ വരുന്നത് ജി എക്സ് ആണ്. ജി എക്സ് ഓൾറെഡി ലീനിയർ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് സി ലീനിയർ ആണെന്ന് കിട്ടും. നമുക്കൊന്ന് എഴുതി നോക്കാം. ലെറ്റ് എക്സ് ആൻഡ് വൈ ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ് ആൻഡ് ആൽഫ ബീറ്റ ബി എനി ടു സ്കെയിലേഴ്സ്. സി ആൽഫ എക്സ് പ്ലസ് ബീറ്റ വൈ ഓഫ് എഫ് is equal to, by the definition of C, it is equal to g alpha x plus beta y f. By the definition of gx, it is equal to f of alpha x plus beta y. Now apply the linearity of f. It is equal to alpha into f of x plus beta into f of y, which is equal to, by the definition of gx, alpha into gxf plus beta into gyf. Now apply the definition of C. This is equal to alpha into cxf plus beta into cyf. That means C of alpha x plus beta y is equal to alpha into cx plus beta into cy. Therefore, C is linear. C is already നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. C എന്ന് പറഞ്ഞാൽ കാനോണിക്കൽ മാപ്പിംഗ് ആണ് എന്ന. സീനെ നമ്മൾ കാനോണിക്കൽ എംബഡിങ് ഓഫ് എക്സ് ഇൻടു എക്സ് ഡബിൾ സ്റ്റാർ എന്ന് പറയാറുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊരു ജനറലി സി ഒരു ഇൻടു മാപ്പിംഗ് ആണ്, ഓൺ ടു ആകണം എന്ന് നിർബന്ധമില്ല. ഇനി നമ്മൾ സാധാരണ രണ്ട് സ്പേസസ്, ഇപ്പോൾ ഓൾറെഡി നമ്മൾ പല സ്പേസസ് കൺസിഡർ ചെയ്തു. ഒന്ന് മെട്രിക് സ്പേസസ്, അടുത്തത് വെക്റ്റർ സ്പേസസ്, അടുത്തത് നോംഡ് സ്പേസസ്. സ്പേസസ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഉണ്ടാകും ടുഗദർ വിത്ത് എ സ്ട്രക്ചർ.
മെട്രിക് സ്പേസ് ആകുമ്പോൾ അവിടുത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് മെട്രിക് ആണ്, അതായത് ഡിസ്റ്റൻസ് ആണ്. വെക്റ്റർ സ്പേസ് ആകുമ്പോൾ അവിടുത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വെക്റ്റർ അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. നോംഡ് സ്പേസ് ആകുമ്പോൾ അവിടെ വെക്റ്റർ സ്പേസിന്റെ സ്ട്രക്ചർ ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരു നോമും കൂടെ ഉണ്ട്. ഇനി രണ്ട് സ്പേസ് ഈക്വൽ ആണ് അല്ലെങ്കിൽ ഐഡന്റിക്കൽ ആണ് എന്ന് പറയുന്നത് ഈ സ്ട്രക്ചർ പ്രിസർവ് ചെയ്യുമ്പോഴാണ്. അതിലെ എലമെന്റ്സിന്റെ നേച്ചർ വ്യത്യാസം ഉണ്ടായിരിക്കാം, പക്ഷെ ആ സ്ട്രക്ചർ പ്രിസർവ് ചെയ്യപ്പെടും. അങ്ങനെ സ്ട്രക്ചർ പ്രിസർവ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ പറയും ആ രണ്ട് സ്പേസസ് ഐസോമോർഫിക് ആണ് എന്ന്. അപ്പോൾ നമുക്ക് ഓരോ സ്പേസിലെയും ഐസോമോർഫിസത്തിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഐസോമോർഫിസം ഇൻ മെട്രിക് സ്പേസസ്. ഐസോമോർഫിസം എന്ന് പറഞ്ഞാൽ മെട്രിക് സ്പേസിലെ സ്ട്രക്ചർ പ്രിസർവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ, മെട്രിക് സ്പേസിലെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അത് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് പ്രിസർവ് ചെയ്യുന്ന ഒരു ബൈജക്റ്റീവ് മാപ്പിംഗ്, അതിനെയാണ് നമ്മൾ ഐസോമോർഫിസം എന്ന് പറയുന്നത്. ആൻഡ് ഐസോമോർഫിസം T of a metric space X is equal to XD onto a metric space X tilde is equal to X tilde D tilde is a bijective mapping. 1 ആയിരിക്കണം, 1 ആയിരിക്കണം, which preserves distance. ഡിസ്റ്റൻസ് പ്രിസർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏത് രണ്ട് എലമെന്റ് എക്സും വൈയും എടുത്താലും അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് d of xy must be equal to the distance between their images, that is d tilde of tx and ty. ഈ ഡെഫിനിഷൻ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഡിസ്റ്റൻസ് പ്രിസർവ് ചെയ്യുന്ന ഓപ്പറേറ്റർ, അതിനെയാണ് നമ്മൾ ഐസോമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഐസോമോർഫിസം ഓഫ് എ മെട്രിക് സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു ബൈജക്റ്റീവ് ഐസോമെട്രി ആണ്. ഇങ്ങനെ ഒരു ഐസോമോർഫിസം ഉണ്ട് എങ്കിൽ എക്സ് ടിൽഡ ഈസ് ദെൻ കോൾഡ് ഐസോമോർഫിക് വിത്ത് എക്സ്. അതുപോലെ എക്സ് ആൻഡ് എക്സ് ടിൽഡ ആർ കോൾഡ് ഐസോമോർഫിക്. അപ്പോൾ ഇവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം, ഐസോമോർഫിസം ഈസ് സെയിം ആസ് എ ബൈജക്റ്റീവ് ഐസോമെട്രി. ഇനി നമുക്ക് വെക്റ്റർ സ്പേസിലെ ഐസോമോർഫിസം പരിചയപ്പെടാം. വെക്റ്റർ സ്പേസിലെ സ്ട്രക്ചർ പ്രിസർവ് ചെയ്യുന്ന ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ വെക്റ്റർ അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും പ്രിസർവ് ചെയ്യപ്പെടണം. ആൻഡ് ഐസോമോർഫിസം T of a vector space X onto a vector space X tilde over the same field is a bijective mapping which preserves two algebraic operations of vector space. അതായത് വെക്റ്റർ അഡീഷൻ പ്രിസർവ് ചെയ്യണം, അതായത് T of x plus y is equal to Tx plus Ty ആയിരിക്കണം. അതുപോലെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ പ്രിസർവ് ചെയ്യപ്പെടണം, അതായത് T of alpha x is equal to alpha into Tx. ഇതും നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ള ഡെഫിനിഷൻ ആണ്. ഈ രണ്ട് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്പറേറ്ററിനെയാണ് നമ്മൾ ലീനിയർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ വെക്റ്റർ സ്പേസിലെ ഐസോമോർഫിസം എന്ന് പറഞ്ഞാൽ അത് ബൈജക്റ്റീവ് ലീനിയർ ഓപ്പറേറ്റർ ആണ്. T from x to x tilde is a bijective linear operator. ഇങ്ങനെ ഒരു ഐസോമോർഫിസം ഉണ്ട് എങ്കിൽ നമ്മൾ പറയും എക്സ് ടിൽഡ ഈസ് ഐസോമോർഫിക് വിത്ത് എക്സ് ആൻഡ് എക്സ് ടിൽഡ ആർ ഐസോമോർഫിക് വെക്റ്റർ സ്പേസസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാനോണിക്കൽ മാപ്പിംഗ് സി, അത് ലീനിയർ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ലീനിയർ ഓപ്പറേറ്റർ ആണ് എങ്കിൽ അത് എക്സിൽ നിന്ന് എക്സ് സ്റ്റാറിലേക്കുള്ള മാപ്പിംഗ്, എക്സ് ഡബിൾ സ്റ്റാറിലേക്കുള്ള മാപ്പിംഗ് ആയിരുന്നു. അപ്പോൾ അത് ജനറലി അത് ഇൻടു മാപ്പിംഗ് ആണ്. നമ്മൾ ആ സിയുടെ റേഞ്ച് സെറ്റ് മാത്രം കൺസിഡർ ചെയ്താൽ, എക്സിൽ നിന്ന് ആർ സിയിലോട്ട് റേഞ്ച് സെറ്റ് ഓഫ് സിയിലോട്ട് മാത്രം കൺസിഡർ ചെയ്താൽ അത് ഓൺ ടു ലീനിയർ ഓപ്പറേറ്റർ ആയി. എന്ന് പറഞ്ഞാൽ സി ഒരു ഐസോമോർഫിസം ഫ്രം എക്സ്
onto RC ആയി. ഓൾറെഡി ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഒരു വെക്റ്റർ സ്പേസ് എക്സ് വേറെ ഒരു വെക്റ്റർ സ്പേസ് വൈയുടെ സബ്സ്പേസിലോട്ട് ഐസോമോർഫിക് ആണെങ്കിൽ, എക്സ് ഈസ് ഐസോമോർഫിക് വിത്ത് എ സബ്സ്പേസ് ഓഫ് എ വെക്റ്റർ സ്പേസ്, ദെൻ എക്സ് ഈസ് എംബഡബിൾ ഇൻ വൈ. അങ്ങനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ഡെഫിനിഷൻ ഉപയോഗിച്ചാൽ നമുക്ക് പറയാം എക്സ് ഈസ് embeddable in X double star. In particular, ഈ range set of C is equal to X double star ആയി എന്ന് വിചാരിക്കുക. നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻ ആണ്. ഇവിടെ നമുക്ക് X is embeddable in X double star എന്ന് പറയാം. അതുപോലെ തന്നെ C is also called a canonical embedding of X into X double star. ഇനി ഈ റേഞ്ച് സെറ്റ് ദ ഹോൾ സ്പേസ് എക്സ് ഡബിൾ സ്റ്റാർ ആണ് എങ്കിൽ, അങ്ങനെയുള്ള വെക്റ്റർ സ്പേസസിനെയാണ് നമ്മൾ ആൾജിബ്രൈക്കലി റിഫ്ലെക്സീവ് സ്പേസ് എന്ന് പറയുന്നത്. ഇഫ് സി ഈസ് സർജക്റ്റീവ് സോ ദാറ്റ് R of C is equal to X double star, where C is the canonical mapping, then X is said to be algebraically reflexive. അടുത്ത സെക്ഷനിൽ നമ്മൾ പ്രൂവ് ചെയ്യുക എക്സ് ഒരു ഫൈനൈറ്റ് ഡൈമെൻഷണൽ വെക്റ്റർ സ്പേസ് ആണ് എങ്കിൽ അത് ആൾജിബ്രൈക്കലി റിഫ്ലെക്സീവ് സ്പേസ് ആണ് എന്നാണ്. താങ്ക് യു.